ഹലോ ഓൾ, ഇന്ന് ഹൈക്വിഷൻ്റെ ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇത് ഹൈക്വിഷൻ്റെ ഒരു ഫേസ് റെക്കഗ്നീഷൻ ടെർമിനലാണ്. ഇത് നമുക്ക് ആക്സസ് കൺട്രോൾ ആയിട്ടും അതുപോലെ ടൈം അറ്റൻഡൻസ് മെഷീനായിട്ടും യൂസ് ചെയ്യാം. ഇതിൻ്റെ മോഡൽ എന്ന് പറയുന്നത് DS-K1T320MFWX എന്നുള്ള മോഡലാണ്. ഇതിൻ്റെ MRP വരുന്നത് ഏകദേശം 9100 റുപ്പീസാണ്. ലാൻഡ് കണക്ഷൻ വെച്ചും വൈഫൈ വെച്ചും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഈ ടെർമിനൽ നമുക്ക് ഫിംഗർ, അതുപോലെ പിന്ന്, കാർഡ്, ഫേസ് ഇതൊക്കെ വെച്ച് അൺലോക്ക് ചെയ്യാം. നമുക്കിതിൻ്റെ ബോക്സ് ഒന്ന് പൊട്ടിച്ച് നോക്കാം, എന്തൊക്കെയാണ് ഇതിലുള്ളത് എന്നൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് പെട്ടി ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഡിവൈസ് കാണാം. നല്ലൊരു കവറിലൊക്കെ പൊതിഞ്ഞൊരു കണ്ടീഷനിലാണ്. നമുക്ക് ഡിവൈസ് പുറത്തെടുത്ത് നോക്കാം. ഇതാണ് നമ്മുടെ ഡിവൈസ്. കളർ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് കളറിലാണ്. ഹൈക്വിഷൻ്റെ ഒരു ബാഡ്ജിങ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഡിസ്പ്ലേ വരുന്നത്. ഇതിൻ്റെ ക്യാമറ, ഇത് ഫിംഗർ പ്രിൻറ്റ് മൊഡ്യൂളാണ്. അത് ഹൈക്വിഷൻ ഏത് ഏരിയയിലാണ് അതിൻ്റെ കാർഡ് റീഡ് ചെയ്യുന്ന മൊഡ്യൂൾ. പിന്നെ ന്യൂമറിക്കൽ കീസ് 1 to 9, പിന്നെ അതിൻ്റെ ആരോ കീസ്, എസ്കേപ്പ്, ഓക്കെ എന്നുള്ള ബട്ടൺ എല്ലാം ഉണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഡിവൈസിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, മോഡൽ നമ്പർ, അതിൻ്റെ വോൾട്ടേജ്, കറണ്ട്, റേറ്റിംഗ് കാര്യങ്ങൾ. പിന്നെ വരുന്നത് അതിൻ്റെ കണക്ഷൻ കൊടുക്കാനും പവറും ലാൻഡ് കണക്ഷൻ കൊടുക്കാനുള്ള ഇത് USB കണക്ടർ എല്ലാം വരുന്നുണ്ട്. അടുത്തത് ആയി നമുക്കൊരു യൂസർ മാനുവലും അതിൽ കുറച്ച് ഐറ്റം കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കണക്ഷൻ കൊടുക്കാൻ, അതായത് പവർ കൊടുക്കാനും പിന്നെ ആക്സസ് കൺട്രോൾ, അതായത് EM ലോക്ക് കണക്ട് ചെയ്യാനുള്ള കേബിള് കാര്യങ്ങൾ, പിന്നെ ഇതിനുള്ള സ്ക്രൂ, അലൻ കീ എല്ലാം ഉണ്ട് ഇതിൽ. അടുത്ത ഇതിൻ്റെ കൂടെ ഒരു പവർ അഡാപ്റ്റർ ഉണ്ട്. 12 വോൾട്ട് 1.5 ആംപിയർ ആണ് ഇതിൻ്റെ റേറ്റിംഗ് വരുന്നത്. ഒരു നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന പിൻ ടൈപ്പുള്ള അഡാപ്റ്റർ. അടുത്തത് ഇതിന് കൂടെ ഒരു പ്ലാസ്റ്റിക്കിലുള്ള ഒരു മൗണ്ടിങ്ങിനുള്ള ഒരു ബ്രാക്കറ്റ് ഉണ്ട്, മൗണ്ടിങ് ബ്രാക്കറ്റ്. ഇത് നമ്മൾ വാളിൽ സ്ക്രൂ ചെയ്തിട്ട് ആണ് ഈ ഡിവൈസ് ഇതിൽ ഫിക്സ് ചെയ്യുന്നത്. അതായത് ഒരു സ്ക്രൂ ഉണ്ടാവും, ആ സ്ക്രൂവിൽ അലങ്കി വെച്ചിട്ട് ടൈറ്റ് ചെയ്താൽ ഈ ഡിവൈസ് വാളിൽ ഫിക്സ് ആയി കിടക്കും.